എന്ത് സാധനങ്ങളാണ് ആവശ്യമായി വരിക എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മുഴുവൻ സാധനങ്ങൾ ഗുണഭോക്താക്കൾക്ക് വാങ്ങിക്കൊടുക്കുക എന്നൊരു വലിയൊരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്ന് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത 30-ലധികം പേര് ഒരു ഗുണഭോക്താവിന് ചിലപ്പോൾ 3-4 ഉപകരണങ്ങൾ ലഭിക്കാം. കാരണം അവർക്ക് എന്തൊക്കെ വേണമെന്ന് ഡോക്ടർ കുറിച്ചിട്ടുണ്ട്. ആ മുഴുവൻ സാധനങ്ങളും ഗ്രാമപഞ്ചായത്തിൽ നിന്നും അവർക്ക് കൊടുക്കാനായി ഇന്നിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് അത് വിതരണം ചെയ്യുമ്പോൾ വലിയൊരു പബ്ലിസിറ്റി ഒന്നുമില്ലാതെ വളരെ ലഘുവായി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ വെച്ച് തന്നെ മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ, ചിലപ്പോൾ കാലുസുഖമില്ലാത്തവരായിരിക്കാം, മറ്റ് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പുകൾ കയറി മുകളിൽ പോകേണ്ട ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മുൻവശത്ത് വെച്ച് തന്നെ അത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഒരു പ്രോജക്റ്റ് വെച്ചത് മുതൽ ഞങ്ങളുടെ കൂടെ നിന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റെല്ലാ അംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസെന്റ് അവരുടെ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി കടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള അവരുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും 100% പിന്തുണ തന്നുകൊണ്ട് കൂടെ നിന്ന ബഹുമാനമുള്ള പ്രസിഡന്റിനെ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഇന്നിവിടെ പങ്കെടുത്തിരിക്കുന്നത് മുൻ വൈസ് പ്രസിഡന്റും മണത്തോട്ടം വാർഡ് മെമ്പറുമായ ദീപ്തി, ഡാലിമുഖം വാർഡ് മെമ്പർ ജനൻ റോസ്, പൊന്നമ്പി വാർഡ് മെമ്പർ ഷീജ വിൻസെന്റ്, പ്രിയപ്പെട്ട മറ്റെല്ലാ ജനപ്രതിനിധികളെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത് നമ്മുടെ ICDS സൂപ്പർവൈസറാണ്, ഇംപ്ലിമെന്റ് ഓഫീസർ ബഹുമാനമുള്ള ലതിക മേഡത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത പ്രിയപ്പെട്ട കമ്പനിയിൽ നിന്ന് വന്ന അംഗങ്ങൾ, പേര് എനിക്കറിയില്ല, പേര് അതുകൊണ്ട് പറയുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ എത്തി എല്ലാ ഉപകരണങ്ങളും ഒന്നുകൂടെ അവര് നല്ലതാണോ, എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നോക്കി എല്ലാ ഫിറ്റിങ്സും ക്ലിയർ ചെയ്ത് രാവിലെ മുതൽ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. പ്രിയപ്പെട്ട കമ്പനിയിലെ അംഗങ്ങളെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഗുണഭോക്താക്കൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പോകുമ്പോൾ അവർ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ആയിരിക്കും തിരിച്ചു പോകുന്നത്. കാരണം വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്നതെല്ലാം അവർക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഈ യോഗത്തിൽ ഉദ്ഘാടകനായിരിക്കുന്ന നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവர்களെ, ഏറ്റവും പ്രിയങ്കരിയായ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജയന്തി, ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ വെള്ളാട ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളായിരിക്കുന്ന ദീപ്തി, ജൻറോസ്, ഷീജ വിൻസെന്റ്, ICDS സൂപ്പർവൈസർ ശ്രീമതി ലതിക ടീച്ചർ, ഏറ്റവും പ്രിയമുള്ള ഗുണഭോക്താക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഭിന്നശേഷിക്കാരായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരായവരെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുകയും അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് എന്താണോ ആവശ്യമെന്ന് അറിഞ്ഞുകൊണ്ട് മെഡിക്കൽ ക്യാമ്പിലൂടെ അവർ ഡോക്ടറോട് ആവശ്യപ്പെട്ടു, എനിക്ക് ഇന്നത് വേണം, എനിക്ക് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അതേപോലെ ബാത്റൂമിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള ആവശ്യങ്ങൾ അവർക്ക് എന്താണെന്ന് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ വെള്ളട ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റ് വെക്കുകയും ആ പ്രോജക്റ്റ് പാസ്സായി നമ്മൾ സാധനങ്ങൾ ഇന്ന് അവർക്ക് കൊടുക്കുകയാണ്. ഈ സാധനങ്ങൾ കൊണ്ടുപോയി ഉപയോഗിക്കുന്നതിനും അവർക്ക് കൂടുതൽ ആരോഗ്യവും ഐശ്വര്യവും അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതിനായി ബഹുമാനമുള്ള വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവരെ ക്ഷണിച്ചുള്ളൂ. ഏറെ ബഹുമാനിയായ ഈ യോഗത്തിന്റെ അധ്യക്ഷ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി S ജയന്തി, പഞ്ചായത്ത് അംഗങ്ങൾ ശ്രീമതി ദീപ്തി, ശ്രീമതി റോസ്, ICDS സൂപ്പർവൈസർ ശ്രീമതി ലതിക, അംഗൻവാടിയുടെ ടീച്ചർ ശ്രീമതി രേഖ, മറ്റു പ്രിയമുള്ളവരെ, 2023-24 വാർഷിക പദ്ധതി ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഉപകരണങ്ങൾ എന്ന ഒരു പ്രോജക്റ്റ് ഗ്രാമപഞ്ചായത്ത് വയ്ക്കുകയും ആ ഗ്രാമപഞ്ചായത്ത് വെച്ച പ്രോജക്റ്റ് അനുസരിച്ച് വെള്ള ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും അംഗനവാടിയുടെ ടീച്ചർമാരും ഒക്കെ അവരവരുടെ വാർഡുകളിലുള്ള ആളുകളെ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കുകയും ആ ക്യാമ്പിൽ വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അതനുസരിച്ചുള്ള
ഉപകരണങ്ങൾ വാങ്ങി നൽകുകയും ചെയ്യുക എന്നതായിരുന്നു ആ പ്രോജക്റ്റ്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിനകത്ത് 23 വാർഡുകളിലെയും ആളുകൾ ഇപ്പോഴും എത്താത്ത അല്ലെങ്കിൽ ഈ പങ്കെടുക്കാത്ത ആളുകളുണ്ട് എന്നുള്ളത് ആ ഒരു ക്യാമ്പ് കഴിഞ്ഞ ശേഷം പല ആളുകളെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര ആളുകളെ അറിയിച്ചാലും ചില ആളുകൾ മറ്റുള്ളവരോട് പറയുന്ന കാര്യത്തിൽ വളരെയേറെ കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള അറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ നമ്മൾ 23-24 വാർഷിക പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് ട്രൈ സ്കൂട്ടറുകൾ വിതരണം ചെയ്യുക പ്രോജക്റ്റ് വെച്ചു. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് 30-ൽ കൂടുതൽ ആളുകൾക്കാണ് ട്രൈ സ്കൂട്ടർ കിട്ടിയത്. 8 വർഷങ്ങൾക്ക് പഴക്കമുള്ള വാഹനങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ക്യാമ്പ് നടത്തിയത്. അതും ഇതുപോലെ തന്നെ കുന്നത്തുകാലിലുള്ള ഗൗതം ഓഡിറ്റോറിയത്തിൽ വെച്ച് ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിൽ ICD സൂപ്പർവൈസർ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകളെല്ലാം അവിടെ കയറ്റിവിടുകയും സമബന്ധമായി ആ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വാഹനം ലഭ്യമാക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുത്തു. വരുന്ന മാസം തന്നെ ആ ഒരു ട്രൈ സ്കൂട്ടർ വിതരണം ചെയ്യാനുള്ള പദ്ധതി യാഥാർത്ഥ്യമാകും. അവ നമ്മുടെ പഞ്ചായത്തിലുള്ള ഏകദേശം ആളുകൾക്കും ആ വാഹനം ലഭ്യമാവുകയാണ്. ഭിന്നശേഷി എന്ന് പറയുന്ന ജീവിതത്തിൽ ജനിക്കുമ്പോൾ ചില ആളുകൾ ഭിന്നശേഷിക്കാരായി ജനിക്കുന്നു, ചില ആളുകൾ ചില അപകടങ്ങളിലൂടെ ഭിന്നശേഷിക്കാരായി മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്ക് ആ പോരായ്മയ്ക്ക് ഒരു പരിഹാരം കാണാനായിട്ട് കഴിയുകയില്ല എങ്കിലും അവർക്ക് എന്താണോ ആവശ്യം അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ കർത്തവ്യമാണ്. ആ കർത്തവ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. തീർച്ചയായിട്ടും വരുന്ന വർഷവും ഇതുപോലെ ഇങ്ങനെയുള്ള കുറവ് വന്ന ആളുകൾക്ക്, ലഭ്യമാകാത്ത ആളുകൾക്ക് വീണ്ടും നമ്മൾ ഈ പ്രോജക്റ്റ് വെക്കുന്നുണ്ട്. ആ പ്രോജക്റ്റ് ഉൾപ്പെടുത്തി സഹായങ്ങൾ നൽകും. അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവർ സ്വയം തൊഴിൽ പദ്ധതികൾ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഭിന്നശേഷി വികസന കോർപ്പറേഷൻ ആ പദ്ധതി നടപ്പിലാക്കുകയാണ്. പക്ഷെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാനും അതിലൂടെയുള്ള സഹായങ്ങൾ കൂടെ വാങ്ങി അത് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടി നടത്തിയാൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ പോരായ്മ, നമ്മുടെ ഭിന്നശേഷി എന്നുള്ള പോരായ്മ മാറി അതിലൂടെ നമുക്കും സമ്പാദിക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം കൂടി കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് ആവുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടെ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് 2023-24 ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണ വിതരണം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ദീപ്തിയെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത അലങ്കരിച്ചിരിക്കുന്ന സലാ വിൻസെന്റ്, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച വെള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ M. രാജ്മോഹൻ, വളരെയേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2022-23 പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ ഒത്തിരി പേർ ഈ 2023-24 വിലയെന്ന് അന്വേഷിച്ച് നോക്കണം. ഒരെണ്ണം എത്ര രൂപയാകും എന്നത് നമ്മളൊന്നുപോലും ചീത്തയാക്കാതെ അവരവരുടെ ഉപയോഗത്തിന് നന്നായിട്ട് തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിന് ഭയങ്കര വിലയാണ്. കാശ് കൊടുക്കാതെ വാങ്ങുന്ന സാധനങ്ങൾക്ക് വില കുറവാണ്. അപ്പോൾ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങാൻ വലിയ വിലയുള്ള സാധനങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിന്ന് ഈ ഒരു പ്രോജക്റ്റ് ഈ പഞ്ചായത്ത് നമുക്ക് നിങ്ങൾ നൽകുമ്പോൾ ഏറ്റവും കൂടി അഭിനന്ദിക്കണം. കാരണം പ്രസിഡന്റ് ഇത് വളരെ ഇനിഷ്യേറ്റീവായിട്ട് എടുത്ത് കഴിഞ്ഞ വർഷം കിട്ടാത്തവരെ ഈ വർഷം മാക്സിമം എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധമായ ഭാവങ്ങളും നേർന്നു നിർത്തുന്നു. അടുത്തതായി ഉദ്ഘാടന കർമ്മമാണ്. അതിന്റെ ലിസ്റ്റ് വായിക്കുന്നതിനായി സൂപ്പർവൈസർ ക്ഷണിക്കുന്നു.